വെൽക്കം ബാക്ക് ടു കേരള ടെസ്റ്റ് ടോക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള കുറച്ച് ഫെസ്റ്റിവൽസ് ആണ്. അപ്പോൾ ഫെസ്റ്റിവൽസ് അടുത്തിടെ വാർത്തകളിൽ കണ്ട കുറച്ച് ഫെസ്റ്റിവൽസ് നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോവാം. അപ്പോൾ ആദ്യം ആയിട്ട് രംഗോളി ബിഹു. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഈ ഫെസ്റ്റിവൽ വരുന്നത്? ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ സാധാരണ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ രംഗോളി ബിഹു അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, എവിടെയാണ്? ആസാം സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത കാണുന്നത്. രംഗോളി ബിഹു അല്ലെങ്കിൽ ബൊഹാഗ് ബിഹു എന്ന് പറയുന്നത്. ബിഹു ആസാം, അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാം. അതിന് സ്പെസിഫിക് ആയിട്ട് രംഗോളി ബിഹു എന്ന് പറയുന്നത് ആസാം എന്നൊന്ന് ഓർത്തിരിക്കുക. ഇത് സെലിബ്രേറ്റഡ് ഇൻ ദ മിഡ് ഓഫ് ഏപ്രിൽ, റൈറ്റ്? ഏപ്രിൽ മിഡിനാണ് ഏകദേശം വരുന്നത്. ആസാമീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ്. സ്പ്രിങ് വരുന്നതായിട്ട് പറയുന്നതാണ്. അതുപോലെ ആസാമീസ് ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ആണ് എന്നൊന്ന് നോട്ട് ചെയ്തേക്കുക. ബിഹു എന്ന് പറയുന്നത് രംഗോളി ബിഹു എന്ന് പറയുന്നത് 7-day ഫെസ്റ്റിവൽ ആണ്, റൈറ്റ്? അതിനകത്ത് തന്നെ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഗോരു ബിഹു എന്ന് പറഞ്ഞിട്ട്, പിന്നെ രണ്ടാമത്തത് മൂലു ബിഹു എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓണത്തിന്റെ ഓരോ ദിവസം നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഒരു 7 ദിവസത്തെ ഫെസ്റ്റിവൽ ആണ്. പത്തും 10-ന് പൊന്നോണം, തിരുവോണം നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇതൊരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ ഏതാണ് ഈ ഒരു സമയത്ത് വരുന്നത്? വിഷു അല്ലെ? ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്തതേ ഉള്ളൂ നമ്മൾ. കേരളത്തിൽ വിഷു. പഞ്ചാബിലാവുമ്പോഴോ ബൈസാഖി. തമിഴ്നാട്ടില് പൂത്തണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ ഉണ്ട്. അതുപോലെ പൊഹേല ബൈസാഖ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ വരുന്നത് പൊഹേല ബൈസാഖ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വിഷു, പഞ്ചാബിൽ ബൈസാഖി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏകദേശം അതേ സമയത്താണ് രംഗോളി ബിഹു ആസാമിൽ വരുന്നത് എന്നൊന്ന് നോട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഗുഡി പഡ്വ. എന്താണ് ഈ ഗുഡി പഡ്വ എന്ന് പറയുന്ന സംഭവം? ചൈത്ര മാസത്തിലെ ആദ്യത്തെ ദിവസമാണ് ഗുഡി പഡ്വ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എവിടെയാണ്? നമ്മൾ മഹാരാഷ്ട്രയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മഹാരാഷ്ട്രയില് ഗുഡി പഡ്വ വരുന്ന ആ ഒരു സമയത്ത് ബാക്കി സ്ഥലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ്? ഉഗഡി കേട്ടിട്ടുണ്ടാവും. UGADI, ഉഗഡി എന്ന് പറയുന്ന സംഭവം ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന റീജിയനിൽ വരുന്നതാണ്. അപ്പൊ ഗുഡി പഡ്വ എവിടെയാണ്? ഗുഡി പഡ്വ മഹാരാഷ്ട്ര, റൈറ്റ്? ഗുഡി പഡ്വ മഹാരാഷ്ട്ര എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഉഗഡി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന തുടങ്ങിയ റീജിയൻസിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു ഫെസ്റ്റിവൽ ആണ് ചേട്ടി ചന്ദ് എന്ന് പറയുന്ന സെലിബ്രേറ്റ്. സിന്ധീസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ സിന്ധീസ് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫെസ്റ്റിവൽ ആണ് ചേത്തി ചന്ദ് എന്ന് പറയുന്നത്. നവറേ ജമ്മു ആൻഡ് കാശ്മീരിൽ, ഈ ഗുഡി പഡ്വ മഹാരാഷ്ട്രയിലും ഉഗഡി കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും സെലിബ്രേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ അതേ സമയത്ത് ഏകദേശം ജമ്മു ആൻഡ് കാശ്മീരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നവറേ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. ഇനി കർമ്മ ഫെസ്റ്റിവൽ. എന്താണ് കർമ്മ ഫെസ്റ്റിവൽ? എവിടെയാണ് കർമ്മ ഫെസ്റ്റിവൽ? ജാർഖണ്ഡും അടുത്തുള്ള സ്ഥലങ്ങളും. എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ ഒഡീസ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങൾ. അവിടെ വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് കർമ്മ ഫെസ്റ്റിവൽ. അപ്പൊ കർമ്മ ഫെസ്റ്റിവൽ ഒന്ന് നോട്ട് ചെയ്യുക. ഒഡീഷ, ജാർഖണ്ഡ്, ഏറ്റവും ആദ്യം ജാർഖണ്ഡ്, മെയിൻ ആയിട്ട് ജാർഖണ്ഡ്, അതുപോലെ ചുറ്റും വരുന്ന സ്ഥലങ്ങൾ ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലത്ത് വരുന്നതാണ് കർമ്മ ഫെസ്റ്റിവൽ. അഗൈൻ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ഇതെല്ലാം ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ആണ് അല്ലെ? വിഷു, ഓണവും എല്ലാം ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് അല്ലേ? അപ്പൊ കർമ്മ ഫെസ്റ്റിവൽ ഇസ് ഓൾസോ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. കൊയ്ത്ത് ഉത്സവമാണ്. അപ്പോൾ അതുപോലെ മുണ്ട, ഹോ, ഒറാങ്, ബൈഗ, ഖൈറ, സന്തൽ തുടങ്ങിയ ട്രൈബൽ ഗ്രൂപ്പ് ഫ്രണ്ട്സ് നമ്മുടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ജാർഖണ്ഡ് ആൻഡ് നിയർ ബൈ സ്റ്റേറ്റ്സിലാണ് കർമ്മ ഫെസ്റ്റിവൽ വരുന്നത്. അപ്പൊ കരം ട്രീ ട്രഡീഷണലി സീൻ ആസ് ദ സിംബൽ ഓഫ് കരം ദേവത. കരം ദേവതയുടെ സിമ്പിൾ ആയിട്ട് കരം മരം അവർ സിംബലൈസ് ചെയ്തിട്ട് അതിനെ എന്താ ഫെർട്ടിലിറ്റിയുടെയും പ്രോസ്പെരിറ്റിയുടെയും സമ്പൽ സമൃദ്ധിയുടെ എല്ലാം ഒരു പ്രതീകമാണ് ആ ഒരു മരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക, അതിനെ പൂജിക്കുക എന്നൊക്കെയുള്ള ഒരു സംഭവമൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഡാൻസിങ്ങും സിംഗിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കർമ്മ ഫെസ്റ്റിവൽ, കരം ഫെസ്റ്റിവൽ എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ ജാർഖണ്ഡ് നിയർ ബൈ റീജിയൻ ആണ്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മുടെ ജിത്തിയ ജീവിത് പുത്രിക ഫെസ്റ്റിവൽ. അതെന്താണ് ജിത്തിയ ജീവിത് പുത്രിക ഫെസ്റ്റിവൽ? ഏത് റീജിയൻ ആണ്? ബീഹാർ ആണ്. ആദ്യം റീജിയൻ നോക്കുക. ബീഹാർ റീജിയനിൽ വരുന്നതാണ് ജിത്തിയ ജീവിത് പുത്രിക ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ ബീഹാർ എന്ന് പറയുമ്പോൾ ബീഹാറിന്റെ ചുറ്റും വരുന്ന സ്ഥലങ്ങളൊക്കെ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, നേപ്പാൾ, റൈറ്റ്? അഗൈൻ ഒരു ഹിന്ദു ഫെസ്റ്റിവൽ.
ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, നേപ്പാൾ അവിടെയൊക്കെ ഉള്ള ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ ഇറ്റ് സെലിബ്രേറ്റ്സ് ബൈ മദേഴ്സ്, ഇറ്റ് സെലിബ്രേറ്റഡ് ബൈ മദേഴ്സ്, അമ്മമാര് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഫാസ്റ്റ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ കുട്ടികളുടെയും വീട്ടിലുള്ള മറ്റു ആൾക്കാരുടെ എല്ലാം ആരോഗ്യത്തിന് വേണ്ടിയും നല്ലതിന് വേണ്ടിയൊക്കെ അവിടെ അമ്മമാര് സെലിബ്രേറ്റ് എന്താ ഫാസ്റ്റ് വെക്കും, ഉപവാസമൊക്കെ വെക്കുന്ന ഒരു അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ഫെസ്റ്റിവലിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഓർത്തിരിക്കണം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജിത്തിയ അല്ലെങ്കിൽ ജീവിത് പുത്രിക ഫെസ്റ്റിവൽ, ജിത്തിയ ജീവിത് പുത്രിക ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, നേപ്പാൾ റീജിയണിൽ വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് നഹായെ ഖായെ എന്ന് പറഞ്ഞ 3 ദിവസം നഹായ് ഖായ് അതിന്റെ എന്താ ഫെസ്റ്റിവൽസിന്റെ ഭാഗമായിട്ട് പല സംഭവങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഹിന്ദു മിത്തോളജി കൂടെ അതിന് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതായത് കിങ് ജമുതവാഹന എന്ന് പറയുന്ന രാജാവിന്റെ സാക്രിഫൈസ് ഓർമ്മപ്പെടുത്തുന്ന, നമ്മുടെ ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ മഹാബലിയുടെ സാക്രിഫൈസിനെ ഓർമ്മപ്പെടുത്തുന്ന ഫെസ്റ്റിവൽ അല്ലേ നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ രാജാവ് ജിമുത വാഹന എന്ന് പറയുന്ന രാജാവിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ഒക്കെ ആ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജിത്തിയ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ജീവിത് പുത്രിക ഫെസ്റ്റിവൽ ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, നേപ്പാൾ റീജിയണിൽ വരുന്നതാണ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. So that is it friends. Current affairs il vannittulla korchu major festivals. Please remember Assam Rangoli Bihu athava Bohang Bihu ennu parayunnathu Assam aanu. Gudi Padwa nammade Maharashtrayilana. അതുപോലെ ഈ രംഗോളി ബിഹു വരുന്ന അതേ സമയത്താണ് കേരളത്തിലെ വിഷുവും പഞ്ചാബിലെ ബൈസാഖിയും ഒക്കെ വരുന്നത് എന്നൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതുപോലെ കർമ്മ ഫെസ്റ്റിവൽ ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് റീജിയണിൽ വരുന്ന ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. മുണ്ട, ഹോ തുടങ്ങിയ ട്രൈബൽ ഗ്രൂപ്പ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ജിത്തിയ ജീവിത് പുത്രിക ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, നേപ്പാൾ റീജിയണിൽ ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ജിത്തിയ ജീവിത് പുത്രിക ഫെസ്റ്റിവൽ എന്നുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എങ്ങനെ ഏതെങ്കിലും എക്സാമിന് വരികയാണെങ്കിൽ നമുക്കൊരു മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ നോളജ് സീരീസ്, കറണ്ട് അഫയേഴ്സ് നോളജ് സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, ഒരു മാർക്ക് ഫെച്ച് ചെയ്യാനായിട്ട് ഇത്തിരി ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ദാറ്റ് ലൈക്ക് ബട്ടൺ പീപ്പിൾ. ഇഫ് യു ലൈക്ക് ദീസ് ക്ലാസ്സസ് ക്ലിക്ക് ദാറ്റ് ലൈക്ക് ബട്ടൺ. ആൻഡ് രാവിലെ 8 മണിക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷൻ അന്നത്തെ കറണ്ട് അഫയേഴ്സ് അന്നന്ന് തന്നെ നോക്കി പോവുക. എല്ലാവരും ചെറുതായിട്ടൊന്ന് ഷോർട്ട് നോട്ട് ഒക്കെ ഉണ്ടാക്കി പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാമിന് കറണ്ട് അഫയേഴ്സിന്റെ വരുന്ന സംഭവങ്ങളിൽ ഫുൾ മാർക്സ് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ബാക്ക്ലോഗ് ഒക്കെ ഒരുപാട് ഉള്ള ആൾക്കാർ കറണ്ട് അഫയേഴ്സിന്റെ മാത്രമായിട്ട് നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അവിടെ കറണ്ട് അഫയേഴ്സിന്റെ മാത്രമായിട്ട് കോഴ്സ് വേണമെങ്കിൽ അവിടെ കോഴ്സസ് ഉണ്ട്. ഡിഗ്രി പ്രിലിംസിന്റെയും 10th മെയിൻസിന്റെയും ഒക്കെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സസ് ഒക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ കോഴ്സസ് ജോയിൻ ചെയ്ത് പഠിക്കുക. ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ട് നിങ്ങൾക്കെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതായിട്ട് വന്ന ഫ്രണ്ട്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ടിൽ വി മീറ്റ് ഈച്ച് അതർ, നാളെ രാവിലെ 8 മണിക്ക് വീണ്ടും കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് കീപ് ഫോളോവിങ് കേരള ടെക്സ്റ്റ് ബുക്ക്. ബൈ.